വനിതാ ഏകദിന ലോകകപ്പിൽ വിജയവഴിയിൽ തിരിച്ചെത്താൻ ഇന്ത്യ ഇന്നിറങ്ങും. ആവേശ പോരാട്ടത്തിൽ കരുത്തരായ ഓസ്ട്രേലിയയാണ് ഹർമൻപ്രീതിന്റെയും സംഘത്തിന്റെയും എതിരാളികൾ. വൈകിട്ട് 3-ന് വിശാഖപട്ടണത്താണ് മത്സരം. അവസാന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയോട് തോൽവി അറിഞ്ഞാണ് ഇന്ത്യ 4ാം മത്സരത്തിലേക്ക് എത്തുന്നത്. ലോകകപ്പിന് മുൻപ് ബാറ്റിംഗിൽ സ്ഥിരത പുലർത്തിയിരുന്ന സ്മൃതി മന്ദാന, പ്രതീക രാവൽ, ഹാർലിൻ ഡിയോൾ, ഹർമൻപ്രീത് കൗർ, ജമീമ റോഡ്രിഗസ് എന്നിവർ അടങ്ങുന്ന മുൻനിര തിളങ്ങാത്തത് ഇന്ത്യക്ക് വെല്ലുവിളി. തുടർച്ചയായ 3 മത്സരത്തിലും സ്മൃതിക്ക് കാര്യമായ സംഭാവനകൾ നൽകാൻ സാധിക്കാത്തത് ഇന്ത്യൻ ബാറ്റിങ്ങിനെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. മുൻനിര ബാറ്റർമാരുടെ ശരാശരി 25-ൽ താഴെ. കഴിഞ്ഞ 3 മത്സരങ്ങളിലും ഇന്ത്യയെ കരകയറ്റിയത് ദീപ്തി ശർമ്മ, അമൻജോത് കൗർ, റിച്ച ഘോഷ്, സ്നേഹ് റാണ എന്നീ ലോവർ ഓർഡർ ബാറ്റർമാർ. ബൌളിംഗിൽ മികച്ച പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെക്കുന്നത്. അതേസമയം കന്നിക്കിരീടം സ്വപ്നം കാണുന്ന ഇന്ത്യക്ക് വരാനിരിക്കുന്ന എല്ലാ മത്സരങ്ങളും നിർണായകമാണ്. ബാറ്റിംഗിൽ തിളങ്ങിയില്ലെങ്കിൽ 8 വർഷങ്ങൾക്ക് മുമ്പ് കപ്പിനും ചുണ്ടിനും ഇടയിൽ കൈവിട്ട കിരീടം പോലെ ഇപ്രാവശ്യവും ആവർത്തിക്കും. ഇന്ത്യക്കെതിരെ ഇറങ്ങുന്ന ഓസ്ട്രേലിയ ലോകകപ്പിൽ മിന്നും ഫോമിൽ. ന്യൂസിലാൻഡിനെയും പാകിസ്ഥാനെയും തകർത്താണ് ഓസീസ് ഇന്ത്യക്കെതിരെ കളത്തിലിറങ്ങുന്നത്. ബാറ്റിംഗിൽ സെഞ്ചുറി അടിച്ച് ബേത്ത് മൂണിയും അലാന കിങ്ങും ഒപ്പം ഓൾറൗണ്ട് പ്രകടനവുമായ ആഷ്ലി ഗാർഡനറും ബൌളിംഗിൽ കിം ഗൗത്തും അന്നബൽ സെന്തർലാൻഡും മികച്ച ഫോമിൽ. കരുത്തരമായി എത്തുന്ന ഓസീസിനെ മറികടന്നാൽ ഇന്ത്യക്ക് ആത്മവിശ്വാസം കൂട്ടാം. കണക്കുകൾ പരിശോധിച്ചാൽ ഏകദിനത്തിൽ ഇന്ത്യക്ക് മേൽ ഓസീസിന്റെ ആധിപത്യം. ഇരു ടീമും 59 തവണ ഏറ്റുമുട്ടിയപ്പോൾ 48 തവണ ഇന്ത്യയെ നിലംപരിശാക്കി ഓസീസ്. ഇന്ത്യക്ക് ജയിക്കാനായത് 11-ൽ മാത്രം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.